കുടുംബ കാഴ്ചകളിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം. അവൻ രാവിലെ തന്നെ എന്തോ ഒപ്പിക്കുന്നുണ്ട്. ഇതെന്താ കിണറ്റിലേക്ക് നോക്കുന്നത്? വല്ല പാമ്പോ മറ്റോ വീണോ? പാമ്പും ചേമ്പൊന്നുമല്ല, അതാണ് കോരി കളഞ്ഞാൽ മതിയായിരുന്നു. ഇതിപ്പം എന്താ പറ്റിയത്? എടി ആശാരി പറ്റിച്ച പണിയാ. ഈ വീടിന്റെ കോൺകുത്തിലല്ലേ കിണർ വന്നിരിക്കുന്നത്. അതുകൊണ്ട് എടി അതുകൊണ്ടല്ലേ നമുക്ക് ഉയർച്ചയുണ്ടാകാത്തെ എന്നാര് പറഞ്ഞു? ആ ഗുണശേഖരൻ. ഈ മനുഷ്യന്റെ ഒരു കാര്യം. എടി അവൻ പറഞ്ഞത് പലതും കൃത്യമാണ്. ഇടയ്ക്ക് കിണറ്റിൽ പാമ്പിന്റെ പടം കാണാറില്ലേ? അതുകൊണ്ടല്ലേ എല്ലാ കൊല്ലവും നമ്മള് തേകുന്നത്. എടി ഈ കിണർ കുത്തി കഴിഞ്ഞപ്പോഴല്ലേ എനിക്ക് ജോലി പോയത്. ആ ജോലി പോയത് കൊണ്ട് എന്താ? അതിനേക്കാൾ നല്ല ശമ്പളത്തില് വേറെ ജോലി കിട്ടിയില്ലേ? നിന്നോടൊന്നും പറഞ്ഞ മനസ്സിലാവില്ല. എനിക്ക് മനസ്സിലാവണ്ട. കൊച്ചിന് ചെറിയ പനിയുണ്ട്, മരുന്ന് വാങ്ങാൻ പോണം. ഇതാ ചായ കുടിക്കാൻ. ദേ മോനെ, അമ്മ വരുന്നു. ചാച്ചൻ അവിടെ നിപ്പുണ്ട്. അവന്റെ ഒരു അന്ധവിശ്വാസം, മണ്ണാങ്കട്ട. എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കണ്ട. ഡോക്ടർ എന്ത് പറഞ്ഞു? സാരമില്ല, മരുന്ന് കഴിച്ചിട്ട് 2 ദിവസം കഴിഞ്ഞ് ചെല്ലാൻ പറഞ്ഞു. ചേട്ടാ ഇങ്ങോട്ട് വന്നേ. എന്താ അവിടെ പരിപാടി? എടി അതൊരു കൈനോട്ടക്കാരനാ. കൊച്ചിന് പനിയല്ലേ, നമുക്ക് നോക്കിട്ട് വന്നാലോ? ദേ മനുഷ്യ, ഇതൊന്നും നമുക്ക് പറ്റിയ പണിയല്ല കേട്ടോ. വാ ഇങ്ങോട്ട്. നീ വേഗം ചെന്നാ മെഡിക്കൽ ഷോപ്പിൽ നിന്ന് മരുന്ന് വാങ്ങ. ഞാനിത് എത്തിപ്പോയി. ഞാൻ സമ്മതിക്കുകയില്ല. നിന്നോട് പോകാനാ പറഞ്ഞു. ആ കൈയൊന്ന് കാണിച്ച്. നല്ല കൈയാണല്ലോ. സോഫിയോടെ പോയി. കൊച്ചിന് നല്ല പനി, മരുന്ന് വാങ്ങാൻ പോയതാ. ജോർജ് എന്തി? ദേ അവിടെ ഇരിക്കുന്നു, കൈ നോക്കാൻ വേണ്ടി. ശിവന്റെ ഒരു കാര്യം, അന്ധവിശ്വാസം കൊണ്ട് നടക്കുക. ഞാനൊന്ന് നോക്കട്ടെ. നടക്ക്. എന്താ ജോർജ് ഇത് പരിപാടി? ചുമ്മാ ഒരു കൈനോട്ടം. ഇയാള് ഭയങ്കര സംഭവം കേട്ടോ. നീ ഇതുവരെ നന്നായില്ലേ? നീ ഇങ്ങോട്ട് മാറിക്കേ. ചേട്ടാ എന്റെ കൈ ഒന്ന് നോക്കി. അത് കൊള്ളാലോ. മോനെ എഴുന്നേറ്റ് ചായ കുടിക്കാം. പനിക്കൊരു കുറവും ഇല്ലെന്ന് പറയാൻ പപ്പ പോയിട്ടുണ്ട് കേട്ടോ. പപ്പ ഇപ്പൊ വരും. മോൻ കിടന്ന് ഉറങ്ങിക്കോ. സോഫി, നിങ്ങൾ ഇതുവരെ പോയില്ലേ? അത് പിന്നെ കൊച്ചിന്റെ പനിയുടെ വിവരം പറയാൻ പോയിട്ട് ഒരു മൈനയെ കണ്ടു. മൈനയോ? ആ മൈന. ഒരു മൈനയെ ഒറ്റയ്ക്ക് കണ്ടാൽ ദുഃഖമുണ്ടാവുന്ന വിശ്വാസം. അതുകൊണ്ട് തിരിച്ചു പോന്നു. അപ്പൊ കുറച്ചു മുമ്പ് തിരിച്ചു കയറിയതോ? അത് അപ്പോഴേ നീ പുറകിന്ന് വിളിച്ചത്. ഇതിലൊക്കെ ചില ശാസ്ത്രങ്ങളുണ്ട്, അതിനെ കുറിച്ചൊക്കെ ഞാൻ പഠിപ്പിച്ചു തരാം. അപ്പൊ കൊച്ചിന്റെ പനിയുടെ കാര്യം ഡോക്ടറെ അറിയിക്കുന്നത് എപ്പോഴാ? 1 പിഴച്ചാൽ 3 പിഴച്ചെന്ന പ്രമാണം. ഇപ്പം 11 മണി. ഇപ്പം വീട്ടിൽ നിന്ന് ഇറങ്ങുന്നത് നല്ലതല്ല. 11:20 നല്ല മുഹൂർത്തം. അപ്പോ ഞാൻ ഇറങ്ങാം. എന്തേ? മനുഷ്യൻ, നിങ്ങളുടെ ഒരു അന്ധവിശ്വാസം. പനിച്ചു കിടക്കുന്ന കൊച്ചിനെ വെച്ചാ കളി. എടി നീ എന്നെ ഭരിക്കാൻ വരണ്ട, പറയുന്നത് കേട്ടാ മതി. നാളായി നിന്റെ പേക്കൂത്ത് ഞാൻ കാണുന്നു. അച്ഛാ, അത് പിന്നെ മിണ്ടിപ്പോകരുത്. നീ കുറച്ച് നാളായി നിന്റെ വകതിരിവില്ലാത്ത ഈ പോക്ക് ഞാൻ ശ്രദ്ധിക്കുന്നു. എടാ, ഈ ഞായറാഴ്ച പള്ളിയിൽ വായിച്ച ബൈബിളിന്റെ ഭാഗം നീ കേട്ടായിരുന്നോ? ഇല്ല.
എന്നാ കേട്ടോ, നിയമാവർത്തന പുസ്തകമാണ് അന്ന് വായിച്ചത്. ഭൂമിയിലുള്ള മൃഗത്തിൻ്റെയോ പക്ഷിയുടെയോ മറ്റു ജന്തുക്കളുടെയോ രൂപമുണ്ടാക്കി നിങ്ങൾ അന്ധവിശ്വാസികളാവരുതെന്ന് ഇസ്രായേൽ ജനതയ്ക്ക് അന്ന് ദൈവം കൽപ്പന കൊടുത്തു. അവിടുന്ന് നൽകിയ കൽപ്പനകൾ പാലിച്ചാൽ തലമുറകളോളം നിങ്ങൾ അനുഗ്രഹീതരായിരിക്കും. അവിടുന്ന് ആകാശം തുറന്ന് സമൃദ്ധമായ കാലാവസ്ഥയും വിളവുകളും തന്ന് അനുഗ്രഹിക്കും. ഇതൊക്കെ നീ കേട്ടായിരുന്നോ? ഇല്ല, ഓർക്കുന്നില്ല. അതെങ്ങനെയാ? ദൈവവചനത്തിന് പകരം അറിവില്ലായ്മയാണല്ലോ നീ അന്വേഷിക്കുന്നത്. എടാ മോനെ, എല്ലാ നാളും എല്ലാ സമയവും നന്നായിട്ടാണ് ദൈവം സൃഷ്ടിച്ചിരിക്കുന്നത്. ദൈവചിന്തയോടെ ഏത് പ്രയത്നം തുടങ്ങിയാലും അവിടുന്ന് അനുഗ്രഹമാക്കി മാറ്റും. അടയാളങ്ങളും നിമിത്തങ്ങളുമെല്ലാം ചില അല്പബുദ്ധികളുടെ കണ്ടുപിടുത്തങ്ങളാണ്. അവിടുത്തെ വചനം ശ്രവിച്ചാൽ നിന്റെ കൃഷിയിടങ്ങളെയും സന്തതികളെയും നിനക്കുള്ളവയെല്ലാം അനുഗ്രഹിക്കപ്പെടും. ആ അനുഗ്രഹത്തെ ഉപേക്ഷിച്ചാണല്ലോ നീ പൊട്ടക്കിണറുകളെ തേടി പോകുന്നത്. ദൈവത്തെ മറക്കലടാ മോനെ. ഇത് ഇത്തിരി നേരത്തെ കിട്ടേണ്ടതായിരുന്നു. അപ്പൻ്റെ ഒരു അടി. ഓ, ഒരു സംഭവം വിവരിച്ചുകൊണ്ടാവാം ഇന്നത്തെ തുടക്കം. കടന്നുപോയ ദിവസം ഒരു കുടുംബനാഥൻ എന്നെ കാണാൻ വന്നു. ഏതാണ്ട് 40 വയസ്സ് പ്രായം വരും. ഭാര്യയോടും മക്കളോടും എന്നെ കാണാൻ വരുന്ന വിവരം പറയാതെയാണ് അദ്ദേഹം വന്നത്. അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം പ്രശ്നം മറ്റൊന്നുമല്ല, തറവാട്ട് വീട് പൊളിച്ചാൽ, കുടുംബ വീട് പൊളിച്ചാൽ ദോഷമുണ്ടോയെന്ന്. പലരും ദോഷമുണ്ടെന്ന് പറഞ്ഞെങ്കിലും അയാൾ വീട് പൊളിച്ചു, ആ സ്ഥാനത്ത് പുതിയൊരു വീട് വെക്കുകയും ചെയ്തു. ഇയാൾ പറയുന്നു, ആ വീട് പൊളിച്ച് പുതിയ വീട് വെച്ചതോടുകൂടി എനിക്കാകെ പ്രശ്നമായി. എൻ്റെ തൊഴിലിനെ അത് ദോഷകരമായി ബാധിച്ചു, വീട്ടിലാകെ പ്രശ്നങ്ങളായി. യഥാർത്ഥത്തിൽ ഇയാൾ പറയുന്നതിൽ നേരുണ്ടോ? ഇയാളെ സംബന്ധിച്ചിടത്തോളം ദൈവത്തിൽ വിശ്വസിക്കാതെ ആരൊക്കെയോ പറഞ്ഞതിൽ വിശ്വസിച്ചതിൻ്റെ പ്രശ്നമാണിത്. ഇയാൾ മറ്റൊന്നുകൂടി എന്നോട് ചോദിച്ചു, അച്ഛാ, പിശാചുണ്ടോ? പിശാചുണ്ടോ? പിശാചുണ്ടെന്ന് വചനം തന്നെ സ്ഥാപിക്കുന്നതല്ലേ. വിശുദ്ധ ഗ്രന്ഥത്തിൽ നമ്മൾ എത്രയോ ഭാഗങ്ങളിൽ കാണുന്നു പിശാചുണ്ടെന്ന്. ഈശോയുടെ സാന്നിധ്യത്തിൽ തന്നെ പിശാച് പ്രത്യക്ഷപ്പെടുന്നില്ലേ? അപ്പോൾ പിശാചുണ്ട്. ദൈവത്തിൻ്റെ അരൂപിയുണ്ടെങ്കിൽ അശുദ്ധാത്മാവുണ്ട്. പക്ഷേ ദൈവത്തിൽ വിശ്വസിക്കുന്നവനെ സംബന്ധിച്ചിടത്തോളം ഒരു പിശാചും ഒരു ബാധയും അവനെ സ്വാധീനിക്കുകയില്ല. അവിശ്വാസമുള്ള വ്യക്തികളാണ് അന്ധവിശ്വാസത്തിലേക്ക് പോകുന്നത്. നിന്നെ സൃഷ്ടിച്ച് കടന്നുപോയ കാലങ്ങളിൽ പരിപാലിച്ച ദൈവം നിത്യം ജീവിക്കുന്നു, നിന്റെ ഭവനത്തെ നയിക്കുന്നു എന്ന ബോധ്യം നിനക്കുണ്ടെങ്കിൽ ആ ദൈവത്തിൽ ആശ്രയിച്ച് നിനക്ക് എന്തും ചെയ്യാം. നിന്റെ ഭവനത്തെ, നിന്റെ ഭവനവാസികളെ ഒരു പിശാചും പിടികൂടുകയില്ല, ബാധിക്കുകയില്ല. ദൈവത്തിൽ, ദൈവവചനത്തിൽ വിശ്വസിക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം എവിടെയാണ് പിശാചിന് അവനെ കീഴ്പ്പെടുത്താനാവുന്നത്? ചിലർ വീട് വയ്ക്കാനായിട്ട് സ്ഥാനം നോക്കുന്നവരുണ്ട്, സമയം നോക്കുന്നവരുണ്ട്. ഇതെല്ലാം അവിശ്വാസത്തിൽ നിന്ന് വരുന്നതാണ്. അവിശ്വാസം ഒരുവനെ അന്ധവിശ്വാസത്തിലേക്ക് നയിക്കുമെന്നത് ഉറപ്പായ കാര്യമാണ്. പഴയ നിയമഗ്രന്ഥങ്ങളിലെല്ലാം ഇതിന് ആധാരമായ വചനങ്ങളും സംഭവങ്ങളും നമ്മൾ കാണുന്നുണ്ട്. എപ്പോഴാണോ യാഹുവയായ ദൈവത്തിൽ ഈ ഇസ്രായേൽ ജനത്തിന് അവിശ്വാസം ഉണ്ടായി തുടങ്ങിയത്, അപ്പോൾ അവർ അന്ധവിശ്വാസങ്ങളിലേക്ക്, ബാൽ ദേവന്മാരുടെ ആരാധനയിലേക്ക് ഒക്കെ പോവുകയാണ്. അപ്പോൾ ഈ കുടുംബനാഥൻ
ചോദിച്ചതിന് ഉത്തരം ഇതാണ്. ഒരു തറവാട്ട് വീട്, ഒരു കുടുംബ വീട് പൊളിക്കുന്നതിനോ അവിടെ മറ്റൊരു വീട് പണിയുന്നതിനോ ഒരു കുഴപ്പവുമില്ല. ദൈവത്തിലാണ് ഈ കുടുംബം വിശ്വസിക്കുന്നതെങ്കിൽ ആ ദൈവത്തിൻ്റെ ശക്തി ആ കുടുംബത്തിൻ്റെ മേൽ പ്രകടമാകും. അന്ധവിശ്വാസമാണ് ഇവരെ നയിക്കുന്നതെങ്കിൽ തീർച്ചയായും അന്ധവിശ്വാസം വഴി അവരിൽ അശുദ്ധാത്മാവ് പ്രബലമാകും. നീ ഏത് ശക്തിയിലാണോ വിശ്വസിക്കുന്നത് ആ ശക്തിയാണ് തീർച്ചയായും നിന്നെ നയിക്കുന്നതും നയിക്കേണ്ടതും. അതുകൊണ്ട് ഏത് സമയത്ത് കല്ലിടണം, എവിടെ വേണം വീട് വയ്ക്കാൻ, തറവാട്ട് വീട് പൊളിക്കാമോ, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ബാധിക്കുന്നത് അവിശ്വാസിയാണ്, അന്ധവിശ്വാസിയാണ്. അതുകൊണ്ട് നമുക്ക് ദൈവത്തിൽ ആശ്രയം വയ്ക്കാനായിട്ടിടയാവണം. ഒരു കുടുംബത്തെ സംബന്ധിച്ചിടത്തോളം ആ കുടുംബത്തിന് രൂപം കൊടുത്തത് ദൈവമാണെങ്കിൽ ആ കുടുംബത്തെ നയിക്കാനും ദൈവത്തിന് അറിയാം. ദൈവമാണ് നിന്നെയും നിൻ്റെ കുടുംബത്തെയും രൂപപ്പെടുത്തിയെങ്കിൽ മുമ്പോട്ടുള്ള പോക്കിൽ ദൈവത്തിന് നിൻ്റെ കുടുംബത്തെ നയിക്കാൻ അറിയാം. ഇടയ്ക്ക് നീ അന്ധവിശ്വാസത്തിൻ്റെ അവിശ്വാസത്തിൻ്റെയും വഴിയിലേക്ക് പോകണമെന്നില്ല, പോകാൻ പാടില്ല. ഈ ആധ്യാത്മികമായി ഒന്നും ചിന്തിക്കേണ്ട, ലൗകികമായി ചിന്തിച്ചാൽ തന്നെ നമുക്ക് കാര്യങ്ങൾ മനസ്സിലാകുകയല്ലേ. ഈ ഭൂമിയിൽ മനുഷ്യരാൽ നിർമ്മിക്കപ്പെടുന്ന ഒരു വീടും പൊളിച്ച് വേറെ നിർമ്മിക്കത്തില്ലേ? ഒരു വീട് വെച്ചാൽ ഈ ഭൂമിയുള്ള കാലം മുഴുവൻ ആ വീട് അവിടെ ഉണ്ടാകണോ? ആർക്കാ അത് പറ്റുക? അപ്പോൾ ഇതിനകത്തെ യുക്തി നമ്മളൊന്ന് മനസ്സിലാക്കേണ്ടതല്ലേ. അപ്പോൾ ഏത് തറവാട്ട് കുടുംബവും എത്ര പഴക്കമുള്ള കുടുംബ വീടും പൊളിക്കുന്നതിനും മറ്റൊന്ന് വയ്ക്കുന്നതിനും കുഴപ്പമില്ല. അതുകൊണ്ട് ലൗകിക ശക്തികളിലല്ല നമ്മൾ ആശ്രയിക്കേണ്ടത്, ദൈവിക ശക്തിയിൽ ആശ്രയിക്കണം. ദൈവത്തിൽ വിശ്വസിച്ച് ദൈവവചനത്തിൽ ആശ്രയം വെച്ച് പോകുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഒരു ബാധയും ആ വ്യക്തിയെയോ കുടുംബത്തെയോ ബാധിക്കുകയില്ല. ഞാൻ പറയും, അങ്ങനെയുള്ള വിശ്വാസത്തിലൂടെ പോകുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ മറ്റെല്ലാ ശക്തികളുടെയും സ്വാധീനത്തിൽ നിന്നും രക്ഷപ്പെടുന്നതിനായി തുടർച്ചയായിട്ട് പ്രാർത്ഥിച്ചാൽ മതി. ഒരുക്കത്തോടെയുള്ള ഉദാശ സ്വീകരണം നടത്തിയാൽ മതി. തിരുവചനം ഉറക്കെ വായിച്ചാൽ മതി. അങ്ങനെ ഏതെങ്കിലും വീടുകളെ സംബന്ധിച്ച് ബുദ്ധിമുട്ടുണ്ട്, പ്രശ്നമുണ്ട് എന്ന് കരുതുന്നുണ്ടെങ്കിൽ ഞാൻ അവരോട് പറയും, ഇടതടവില്ലാതെ ജപമാല ചൊല്ലൂ. ആ വീടിൻ്റെ സാഹചര്യത്തിൽ നിന്ന് തിരുവചനം ഉറക്കെ വായിക്കൂ. ആ വീട്ടിലെ അംഗങ്ങൾ കൂടെ കൂദാശകൾ ഒരുക്കത്തോടെ സ്വീകരിക്കൂ. അവിടെ ദൈവത്തിൻ്റെ ശക്തി പ്രബലമാകും. ദൈവത്തിൻ്റെ ശക്തിയും അവിടുത്തെ നാമവും പ്രബലമാകുന്നിടത്ത് സാത്താന്, അശുദ്ധാരൂപിക്ക് പ്രബലപ്പെടാനാവുകയില്ല. ഇത് പറയുമ്പോൾ ഒരു വിശുദ്ധ ഗ്രന്ഥ ഭാഗം ഞാൻ വായിക്കും. ലൂക്കായുടെ സുവിശേഷം 11-ാം അധ്യായം 24 തുടങ്ങി 26 വരെയുള്ള വാക്യങ്ങളാണ്. ആ വചനം നമുക്ക് ശ്രദ്ധിക്കാം. അശുദ്ധാത്മാവ് ഒരുവനെ വിട്ടുപോയാൽ വരണ്ട സ്ഥലങ്ങളിലൂടെ ആശ്വാസം തേടി അലഞ്ഞു നടക്കും. കണ്ടെത്താതെ വരുമ്പോൾ അവൻ പറയുന്നു, ഇറങ്ങിപ്പോന്ന ഭവനത്തിലേക്ക് തന്നെ ഞാൻ തിരിച്ചു ചെല്ലും. തിരിച്ചു വരുമ്പോൾ ആ വീട് അടിച്ചുവാരി സജ്ജീകരിക്കപ്പെട്ടതായി കാണുന്നു. അപ്പോൾ അവൻ പോയി തന്നേക്കാൾ ദുഷ്ടരായ മറ്റേഴ് അശുദ്ധാത്മാക്കളെ കൂടി കൊണ്ടുവന്ന് അവിടെ പ്രവേശിപ്പിച്ച് വാസമുറപ്പിക്കുന്നു. അങ്ങനെ ആ മനുഷ്യൻ്റെ സ്ഥിതി ആദ്യത്തേതിനേക്കാൾ മോശമായിത്തീരുന്നു. ഈ വചനഭാഗം ശ്രദ്ധിക്കുന്ന ആളുകൾ തീർച്ചയായിട്ടും ആലോചിക്കും, ഇത്രയും ഒരു ബുദ്ധിമുട്ട് ആ ഭവനത്തെ സംബന്ധിച്ചിടത്തോളം വരുത്തേണ്ടതുണ്ടോ? കാരണം ആ ഭവനം അടിച്ചു വാരിയിട്ടിരിക്കുകയാണ്, വൃത്തിയാക്കപ്പെട്ട ഭവനം. ആ ഭവനത്തിലേക്ക് ദുഷ്ടരായ മറ്റേഴ് അശുദ്ധാത്മാക്കളെ കൂട്ടിക്കൊണ്ടുവരുന്ന അവസ്ഥ, അത് സംഭവിക്കണമോ? സംഭവിക്കും. എന്താ ഈ വചനത്തിൻ്റെ അർത്ഥം? ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ആ വ്യക്തിയുടെ ഹൃദയം ദൈവത്തിൻ്റെ വാസഗേഹമാണെന്നുണ്ടെങ്കിൽ ആ ഹൃദയത്തിൽ, ആ വ്യക്തിയുടെ ജീവിതത്തിൽ തിന്മയില്ലാതിരിക്കുന്ന അടിച്ചു വാരപ്പെട്ട അവസ്ഥ മാത്രം ഉണ്ടായാൽ പോരാ, പിന്നെയോ പുണ്യം ചെയ്യുന്ന അവസ്ഥയുണ്ടാവും.
അശുദ്ധാത്മാവ് ഒരു വ്യക്തിയെ, ഒരു കുടുംബത്തെ സ്വാധീനിക്കാതിരിക്കാൻ ആ വ്യക്തിയും കുടുംബവും പുണ്യ അഭ്യസനത്തിൻ്റെ വഴിയിലായിരിക്കണം, നന്മ ചെയ്യുന്ന അവസ്ഥയിലായിരിക്കണം. ഈ വചനം വായിച്ചപ്പോൾ അതിൻ്റെ ആദ്യ ഭാഗത്ത് കണ്ടില്ലേ, ഈ അശുദ്ധാത്മാവ് വരണ്ട സ്ഥലങ്ങളിലൂടെ ആശ്വാസം തേടി അലഞ്ഞു നടക്കും. പുണ്യം ചെയ്യാത്ത അവസ്ഥയെന്ന് പറയുന്നത് ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം, കുടുംബത്തെ സംബന്ധിച്ചിടത്തോളം വരണ്ട അവസ്ഥയാണ്. അതുകൊണ്ട് ദൈവമക്കളെ സംബന്ധിച്ചിടത്തോളം അരൂപിയിൽ ജീവിക്കുന്ന അവസ്ഥയാണ് അവർക്കുള്ളതെങ്കിൽ അവർ നന്മയുടെ, പുണ്യത്തിൻ്റെ വഴിയിലൂടെ പോകണം. കർത്താവ് അന്ത്യവിധിയുടെ സമയത്ത് അളവുകോലായി വയ്ക്കുന്നതും ഈ പുണ്യം ചെയ്തോ എന്നത് തന്നെയല്ലേ. ഇടതും വലതുമുള്ളവരോട് അവിടുന്ന് പറയുമ്പോൾ, വിധിവാചകം ഉച്ചരിക്കുമ്പോൾ ഇടതുവശത്തുള്ളവരോട് എന്താണ് പറയുന്നത്? എനിക്ക് ഭക്ഷിക്കാനായിട്ട് നിങ്ങൾ തന്നില്ല, നിങ്ങൾ എനിക്ക് ദാഹിച്ചപ്പോൾ കുടിക്കാൻ തന്നില്ല, പരദേശിയായിരുന്ന എന്നെ സ്വീകരിച്ചില്ല, നഗ്നനായിരുന്ന എന്നെ ഉടുപ്പിച്ചില്ല. ഇതൊക്കെ ഞങ്ങൾ ചെയ്യാതിരുന്നത് എപ്പോഴാണെന്ന് അവർ ചോദിക്കുന്നുണ്ട്. ഈ എളിയവരിൽ ഒരുവനും ചെയ്യാതിരുന്നപ്പോൾ എനിക്ക് തന്നെയാണ് ചെയ്യാതിരുന്നതെന്ന് വ്യക്തമായിട്ട്, സ്പഷ്ടമായിട്ട് കർത്താവ് പറയുക. അപ്പോൾ പുണ്യം ചെയ്യണം, നന്മ ചെയ്യണമെന്നാണ് പറയുന്നത്. ക്രൈസ്തവ ജീവിതം പാപം ചെയ്യാതിരിക്കുന്ന അവസ്ഥ മാത്രമല്ല, പിന്നെയോ പുണ്യം ചെയ്യുന്ന, നന്മ ചെയ്യുന്ന, സുഹൃതങ്ങളിൽ ജീവിക്കുന്ന അവസ്ഥയാണ്. ഒരു വ്യക്തിയെ, ഒരു കുടുംബത്തെ പിശാച് സ്വാധീനിക്കാതിരിക്കണമെന്നുണ്ടെങ്കിൽ ആ വ്യക്തിയല്ലേ, ആ കുടുംബം പുണ്യത്തിൻ്റെ വഴിയിലൂടെ പോകണം, നന്മയുടെ വഴിയിലൂടെ പോകണം. അതുകൊണ്ട് ഇഹലോകത്തിലുള്ള യാതൊരു ശക്തിയെയും നാം ഭയപ്പെടേണ്ട. നാം വിശ്വസിക്കുന്നത് ദൈവത്തിലാണെങ്കിൽ, ദൈവനാമത്തിലാണ് നാം ആശ്രയം വയ്ക്കുന്നതെങ്കിൽ ഒരു ബാധയെയും ഒരു അശുദ്ധാത്മാവിനെയും നാം ഭയക്കേണ്ടതില്ല. കാരണം ഇഹലോകത്തിലെ എല്ലാ ശക്തികളുടെ മേലും ആധിപത്യം പുലർത്തിയവനാണ് ദൈവം. ആ ആധിപത്യം പുലർത്തിയ ദൈവത്തിൽ നമുക്ക് വിശ്വാസം അർപ്പിക്കാൻ സാധിക്കണം. ഇത്തരത്തിൽ നമുക്ക് മുമ്പേ കടന്നുപോയ അനേകം കുടുംബങ്ങൾ, മാതൃക നൽകിപ്പോയിട്ടുള്ള കുടുംബങ്ങൾ നമുക്കെപ്പോഴും പ്രേരണ നൽകുന്നു ഈ ദൈവനാമത്തിൽ വിശ്വസിക്കാൻ, ദൈവത്തിൽ ആശ്രയം വയ്ക്കാൻ. ഇന്ന് നമ്മുടെ കുടുംബങ്ങളിൽ കുഞ്ഞുങ്ങളെയൊക്കെ നമ്മൾ പരിശീലിപ്പിക്കുമ്പോൾ ഈ ഒരു വലിയ ബോധ്യം അവർക്ക് നൽകേണ്ടതുണ്ട്. സൃഷ്ടവസ്തുക്കളിൽ ആശ്രയിക്കുകയും സൃഷ്ടാവിനെ മറക്കുകയും ചെയ്യുന്ന അവസ്ഥയിലൂടെ അവർ പോയാൽ പിശാചിൻ്റെ ശക്തി അവരെ കൈപ്പിടിയിലാക്കുന്ന അവസ്ഥയുണ്ടാവും. അങ്ങനെ വന്നു കഴിഞ്ഞാൽ അവരിൽ നിന്ന് നന്മയായിട്ടുള്ളതൊന്നും നമുക്ക് പ്രതീക്ഷിക്കാനാവില്ല. ഇന്ന് മക്കളെക്കുറിച്ചൊക്കെ പരിതപിക്കുന്ന മാതാപിതാക്കൾ ഓർക്കണം, ദൈവാശ്രയ ബോധത്തിലും ദൈവനാമത്തിൻ്റെ ശക്തിയിലും അവരെ വളർത്താൻ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് ഒരു കാലത്തും വീഴ്ചയുണ്ടാവുകയില്ല. സൃഷ്ടികളിലും സൃഷ്ടവസ്തുക്കളിലുമാണ് അവർ ആശ്രയിക്കുന്നതെങ്കിൽ അവർക്ക് വീഴ്ചയുണ്ടാവുക തന്നെ ചെയ്യും. ഇന്ന് അറിവിൻ്റെ തലത്തിൽ, വിശ്വാസത്തിൻ്റെ തലത്തിൽ ഏറെ മുമ്പിലാണെന്ന് പറയുന്ന ആളുകൾ പോലും അവിശ്വാസത്തിലൂടെ അന്ധവിശ്വാസത്തിലേക്ക് വരുന്നൊരു സാഹചര്യമുണ്ട്. വചനത്തിൻ്റെ ശുശ്രൂഷകരാകുന്ന ആളുകളെ ഒത്തിരി കാണുന്നുണ്ട്. ഈ വചന ശുശ്രൂഷകരാണ്, പ്രേക്ഷിതരാണെന്ന് പറയുന്ന ആളുകൾ പോലും തങ്ങളുടെ വ്യക്തിപരമായ കാര്യം വരുമ്പോൾ ഈ അന്ധവിശ്വാസങ്ങളിലേക്ക് പോകുന്ന സാഹചര്യമുണ്ട്. ഞാൻ പറയും, മുമ്പ് പറഞ്ഞതുപോലെ തന്നെ അതിനെല്ലാം അടിസ്ഥാനം അവിശ്വാസം തന്നെയാണ്. തന്നെ വെളിപ്പെടുത്തിയ ദൈവനാമത്തിൽ, ദൈവത്തിൻ്റെ ശക്തിയിൽ, അവിടുത്തെ വചനത്തിൽ, അവിടുത്തെ വെളിപാടിൽ, അവിടുത്തെ ഇടപെടലുകളിൽ വിശ്വസിക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം പിശാചിൻ്റെ ചെയ്തികളെ, ഇടപെടലുകളെ ഭയപ്പെടേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് പിശാചിൽ നിന്നും, അവൻ്റെ ചെയ്തികളിൽ നിന്നും, അവൻ്റെ സ്വാധീന വലയത്തിൽ നിന്നും നമുക്കും നമ്മുടെ കുടുംബത്തിനും രക്ഷ നേടുന്നതിന് വേണ്ടി നമുക്ക് ദൈവനാമത്തിൽ വിശ്വസിക്കാം, ദൈവത്തിൽ ആശ്രയം വയ്ക്കുന്നതിന് ശ്രദ്ധിക്കാം. നമ്മുടെ കുടുംബങ്ങളൊക്കെ ഇത്തരത്തിൽ പൈശാചികമായ പ്രേരണയിൽ നിന്നും ആ സ്വാധീനത്തിൽ നിന്നും എപ്പോഴും അകന്നു മാറി നിൽക്കാൻ ശ്രദ്ധിച്ച കുടുംബങ്ങളാണ്. എത്രയോ കുടുംബങ്ങൾ അത്തരത്തിൽ നമുക്ക് മാതൃകൾ നൽകുന്നുണ്ട്. അത്തരത്തിൽ ദൈവനാമത്തിൽ വിശ്വസിച്ച് ദൈവത്തിൻ്റെ ശക്തിയിൽ ആശ്രയം വെച്ച് അന്ധവിശ്വാസങ്ങളിലേക്ക് പോകാതെ വചനത്തിലൂടെ, വചന അനുഭവത്തിലൂടെ കടന്നുപോയ ഒത്തിരി കുടുംബങ്ങളെ
നമുക്ക് നമ്മുടെ ചുറ്റുപാടും കാണാൻ സാധിക്കും. എൻ്റെ പേര് ഉണ്ണി ഫ്രാൻസിസ്, താമസം തൃശ്ശൂർ മുല്ലശ്ശേരി. ഞാൻ ജനിച്ചു വളർന്നത് പഴയന്നൂർ ദേശത്താണ്. ഞങ്ങൾ 7 മക്കളും അച്ഛനും അമ്മയും അടങ്ങുന്ന ഹൈന്ദവ കുടുംബത്തിലാണ് ജനിച്ചു വളർന്നത്. 1995 പെട്രോൾ പമ്പിൽ ജോലി ചെയ്യുന്ന സമയത്ത് ഈശോയെ അറിഞ്ഞ നിമിഷം മുതൽ അതുവരെ ഉണ്ടായിരുന്ന ദൈവിക കാഴ്ചപ്പാടുകളെല്ലാം എൻ്റെ ജീവിതത്തിൽ മാറി. ഈശോ ഇന്ന് എനിക്ക് ജീവിക്കുന്ന കൂടെയുള്ള ഒരു സാന്നിധ്യ അനുഭവമാണ്. ഭയത്തിൻ്റെയും ദൈവത്തെക്കുറിച്ചുള്ള ഉൾക്കാഴ്ചയുടെ എല്ലാ തലങ്ങളിൽ വലിയ മാറ്റമുണ്ടായി. ഭവനാംഗങ്ങളും മറ്റ് വിശ്വാസങ്ങൾ ജീവിക്കുന്നവരും പലരും എന്നോട് പറയാറുണ്ട് എല്ലാ കാര്യങ്ങളെക്കുറിച്ചുള്ള ഒരു ഭയത്തിൻ്റെ തലങ്ങളെക്കുറിച്ച്, വിശ്വാസം സംബന്ധിച്ചായാലും വ്യത്യസ്ത കാഴ്ചപ്പാടുകളെക്കുറിച്ച്. എന്നാൽ എൻ്റെ ജീവിതത്തിൽ ഈശോ എൻ്റെ സ്വന്തമായതിനു ശേഷം എല്ലാ സ്ഥലങ്ങളിലും, പ്രത്യേകിച്ച് ഞാൻ ആർമിയിൽ ജോലി ചെയ്യുന്നു, പട്ടാള മേഖലയിൽ പല സ്ഥലങ്ങളിലും മരണത്തിൻ്റെ നിഴൽ വീണ താഴ്വര എന്ന് പറയുന്ന ആ ദിവ്യമായ ഒരു പ്രത്യേക സാഹചര്യങ്ങളോടെല്ലാം ജീവിക്കുമ്പോഴെല്ലാം ഈശോ കൂടെയുണ്ടെന്നുള്ള വലിയൊരു ബോധ്യം കർത്താവ് എനിക്ക് നിരന്തരം നൽകാറുണ്ട്. അതുകൊണ്ട് തന്നെ ഭയം എന്തെന്ന് 1995 ശേഷം ഞാൻ ഇന്നുവരെ അറിഞ്ഞിട്ടില്ല. കർത്താവിൻ്റെ സാന്നിധ്യം നിരന്തരം അനുഭവിക്കാൻ പറ്റുന്നുണ്ട്. ഹൈന്ദവ വിശ്വാസത്തിൽ നിന്ന് ഈശോയുടെ വിശ്വാസം സ്വീകരിച്ച് തിരുസഭയിൽ അംഗമായി 2001 തിരുസഭയിൽ ചേർന്നതിന് ശേഷം ഇന്ന് വരെ ദിവ്യകാരുണ്യനാഥൻ്റെ വലിയ സ്നേഹം ഞാൻ നിരന്തരം അനുഭവിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് മറ്റ് വിശ്വാസത്തിൻ്റെ ഫലമായിട്ട്, പ്രത്യേകിച്ച് അപ്പച്ചനെല്ലാം മന്ത്രവാദം, കൂടൂത്രം ഇങ്ങനെയുള്ള പ്രവർത്തികളിലൊക്കെ ഒരു ആഴത്തിൽ വിശ്വസിക്കുന്ന കൂട്ടത്തിലായിരുന്നു. അതിൻ്റെ ഫലമായിട്ട് കുടുംബത്തിൽ ഐശ്വര്യം ഉണ്ടാവതിന് കാരണം ഒരു വ്യക്തി ക്രിസ്തു വിശ്വാസത്തിൽ പോയത് മുഖാന്തരമാണെന്ന് പലരും പറഞ്ഞത് അനുസരിച്ച് എനിക്കെതിരെ പോലും ഇത്തരം പ്രവർത്തികൾ ചെയ്യാനായിട്ടും എന്നെ തകർക്കാനായിട്ടും പരിശ്രമിച്ചിട്ടുണ്ട്. എന്നാൽ എൻ്റെ ജീവിതത്തിൽ ശക്തമായിട്ടുള്ള പീഠാനുഭവത്തിൻ്റേതായിട്ട് അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. എങ്കിൽ പോലും ഈശോ നിരന്തരം എന്നെ സംരക്ഷിക്കുന്ന വലിയ അനുഭവങ്ങൾക്കും ഞാൻ സാക്ഷിയാണ്. അതോടൊപ്പം തന്നെ പ്രത്യേകിച്ച് പെട്രോൾ പമ്പിൽ ജോലി ചെയ്യുന്ന കാലത്ത് എടുത്തു പറയത്തക്ക ഒരു അനുഭവം, ഒരു ആചാനുബാഹുവായിട്ടുള്ള ഒരു കറുത്ത രൂപത്തിൻ്റെതായിട്ടുള്ള അനുഭവം രാത്രിയുടെ പീഠയായിട്ട് എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വരാനായിട്ടുണ്ട്. എന്നാൽ ബൈബിൾ പിടിച്ച് കുരിശിൽ ആശ്രയിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചപ്പോൾ കർത്താവിന് വലിയ സംരക്ഷണം ഇറങ്ങി വരുന്നതായിട്ട് അനുഭവിക്കാനിടയായി. അതോടൊപ്പം തന്നെ പ്രത്യേകിച്ച് നിരന്തരമായി സൈനിക മേഖലയിലും മറ്റും യുദ്ധത്തിൻ്റെയും മറ്റ് ആക്രമണത്തിൻ്റെയും മിലിറ്റൻസ് ഇൻഫിൽട്രേഷൻ്റെയും നിമിഷങ്ങളിലെല്ലാം ഞാൻ ജപമാലയിൽ ആശ്രയിച്ച് പ്രാർത്ഥിക്കുമ്പോൾ കർത്താവിൻ്റെ അത്ഭുതകരമായിട്ടുള്ള ഒത്തിരിയേറെ അനുഭവങ്ങൾക്ക് ഞാൻ സാക്ഷിയാണ്. അതുപോലെ തന്നെ ഹിന്ദു വിശ്വാസത്തിൽ നിന്ന് ഈശോയുടെ വിശ്വാസം സ്വീകരിച്ച് തിരുസഭയിൽ അംഗമായ ഒരു ജീവിത പങ്കാളി തന്നെ എനിക്ക് വേണമെന്ന് കർത്താവിനോട് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ടും കർത്താവ് അനുയോജ്യമായ ഒരു ജീവിത പങ്കാളി നൽകി എൻ്റെ ജീവിതത്തെ അനുഗ്രഹിച്ചു. എൻ്റെ പേര് അബീന, വീട് തൃശ്ശൂരാണ്. ഞാൻ ടീച്ചറായിട്ട് ജോലി ചെയ്യുന്നു. മുല്ലശ്ശേരിയിലാണ് ഞങ്ങളുടെ വീട്. ഈശോയുടെ ഈ വിശ്വാസത്തിലേക്ക് വന്നതിന് ശേഷം പലപ്പോഴും ഇങ്ങനെ കാണാറുണ്ട്, ദൈവത്തിൻ്റെ ശക്തിയെക്കുറിച്ച് മനസ്സിലാക്കാൻ പറ്റാത്ത കുറേ അവസ്ഥകളുണ്ടായിട്ടുണ്ട്. അത് കൂടെ വർക്ക് ചെയ്യുന്ന ആളുകളൊക്കെ ആണെങ്കിലും അല്ലെങ്കിൽ കൂടെ പഠിക്കുന്ന സമയത്തും ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്, ദൈവത്തിൻ്റെ ശക്തിയെക്കുറിച്ച് ആരും അത്ര ചിന്തിക്കുന്നില്ല. പക്ഷേ മറ്റുള്ളതിനെക്കുറിച്ച് അവർ ഒത്തിരിയേറെ ചിന്തിക്കുന്നുണ്ട്. നിയമാവർത്തന പുസ്തകത്തിൽ വചനം പറയുന്നുണ്ട്, ദൈവം ഇത്ര അടുത്തുള്ള ഏത് ശ്രേഷ്ഠ ജനതയാണുള്ളത്. പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ദൈവം അടുത്തുണ്ടെന്നും അല്ലെങ്കിൽ എൻ്റെ ദൈവത്തിന് ശക്തി ഉണ്ടെന്നുള്ള ആ ഒരു ബോധ്യം പലപ്പോഴും നമുക്ക് ഉണ്ടാവാറില്ല. അതിനപ്പുറത്ത് നമ്മൾ മറ്റുള്ളതിനെ പേടിക്കുകയും ചെയ്യാറുണ്ട്. ഞാൻ എൻ്റെ ജീവിതത്തിൽ ഒരു വിശ്വാസത്തിലൂടെ കടന്നു പോകുന്ന സമയങ്ങളിൽ എൻ്റെ കൂട്ടുകാരോ അല്ലെങ്കിൽ എൻ്റെ ജോലി ചെയ്യുന്നവരൊക്കെ ചോദിക്കാറുണ്ട്, നീ ഇങ്ങനെ ഈ വിശ്വാസമായിട്ട് നടന്നിട്ട് നിനക്ക് വല്ല ലാഭമുണ്ടോ, അല്ലെങ്കിൽ നീ ഉണ്ടായിരുന്നൊരു വിശ്വാസത്തിൽ നിന്ന് തിരിച്ചു വരുമ്പോൾ നിനക്ക് അതിൻ്റെ വല്ല സൈഡ് എഫക്റ്റ് ഉണ്ടാവുമോ എന്നൊക്കെ ചോദിക്കാറുണ്ട്. സാധാരണ നമ്മൾ പറയുന്ന ഒരു സൈഡ് എഫക്റ്റ് അവർ ഉപയോഗിക്കുന്നൊരു വാക്കതാണ്. പക്ഷെ ഞാൻ എൻ്റെ ഒരു ജീവിതത്തിലെ അനുഭവം എന്ന് പറഞ്ഞാൽ, ഞാൻ ഈശോയിൽ കടന്നു വന്നതിന് ശേഷം ഈശോയുടെ ശക്തി എനിക്ക് അറിയാവുന്നത് കൊണ്ട് എൻ്റെ ജീവിതത്തിൽ പല പ്രതികൂല സാഹചര്യങ്ങളിലും
ഒരു അത്ര വിഷമമുള്ള സാഹചര്യങ്ങളിലൊക്കെ ഈശോ അടുത്തുണ്ടെന്നും ആ ഈശോയുടെ ശക്തി വലുതാണെന്നുള്ള വലിയൊരു തിരിച്ചറിവ് എനിക്ക് ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ മറ്റുള്ള ശക്തികളെക്കുറിച്ച് ഞാൻ ചിന്തിക്കാറില്ല. കാരണം എൻ്റെ കൂടെ ശക്തിയുള്ളത് ഉണ്ടാകുമ്പോൾ ഞാൻ മറ്റുള്ളതിനെ കുറിച്ച് ചിന്തിക്കേണ്ട ആവശ്യമില്ലല്ലോ. പലപ്പോഴും എൻ്റെ കൂടെയുള്ളവരൊക്കെ അങ്ങനത്തെ ഒരു അതാണ്. അതായത് അറിഞ്ഞോ അറിയാതെയോ അവരൊക്കെ ഒരു എന്താ പറയുക, അറിഞ്ഞോ അറിയാതെ ഈ ഒരു ക്രിസ്ത്യാനികളാണെങ്കിലും ക്രിസ്തു വിശ്വാസമൊക്കെ നമുക്കുണ്ടെങ്കിൽ പോലും അറിഞ്ഞോ അറിയാതെയോ നമ്മളൊക്കെ എവിടെന്നോ നമ്മൾ കേട്ടിട്ടുള്ള കുറേ വിശ്വാസങ്ങൾക്ക് ഇതാണ്. ഒരു ചെറിയൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഇങ്ങനെ നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ചിലർ നന്നായി ചിരിക്കും. അപ്പോൾ ചിരിക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഇങ്ങനെ എല്ലാവരും ഇങ്ങനെ മുഖത്ത് കുറേ നേരം ഇരുന്ന് അടിക്കും. അയ്യോ ഇനി എപ്പോഴാണ് അടുത്തത് ഞാൻ കരയാൻ പോണേ. അപ്പോൾ ഞാൻ അവരോട് ചോദിക്കാറുണ്ട്, നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ ചെയ്യണത്? നിങ്ങളിപ്പോൾ സന്തോഷിക്കുക, അടുത്ത സമയം നമ്മൾ കരയുമായിരിക്കും, അത് നമ്മൾ കരയണം. അത് നിങ്ങൾ മുഖത്തടിച്ചതുകൊണ്ട് കരയാതിരിക്കുകയോ അല്ലെങ്കിൽ ചിരിക്കാതിരിക്കുകയോ ഒന്നും ചെയ്യില്ല. ആ ഒരു സമയത്തെ സന്തോഷം അവർ പേടിച്ചുകൊണ്ടാണ് സന്തോഷിക്കുന്നത്. അപ്പോൾ അതിലൊരു പൂർണ്ണത അവർക്ക് തീർച്ചയായിട്ടും കിട്ടുന്നില്ല. അപ്പോൾ ഞാൻ അവരോട് പറയാറുണ്ട്, നമ്മളുടെയൊക്കെ ഒരു ഞാനാണെങ്കിൽ പോലും ചില സ്ഥലങ്ങളിൽ നമ്മൾ ചിന്തിക്കും, അയ്യോ ഇനിയിപ്പോൾ ഇതെന്തായിരിക്കും അടുത്ത് സംഭവിക്കുക. പക്ഷേ ജീവിതത്തിൽ ഞാൻ കണ്ടുമുട്ടിയ അങ്ങനെ എനിക്ക് അനുഭവപ്പെട്ടതെന്ന് പറഞ്ഞാൽ, ദൈവം കൂടെ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ശക്തി എന്നോടൊപ്പം ഉണ്ടെങ്കിൽ പിന്നെ അതിനപ്പുറത്തുള്ളതൊക്കെ അതിനെക്കുറിച്ചൊന്നും ഞാൻ ചിന്തിക്കാറില്ല. ഞാൻ ഒരു GCU മൂവ്മെൻറ്റിലൂടെയാണ് ഞാൻ കുറേയും കൂടിയൊക്കെ ദൈവത്തിലേക്ക് കൂടുതലായിട്ട് വരുന്നത്. ആ ഒരു സമയത്ത് ഞാൻ ഒറ്റയ്ക്ക് യാത്ര ചെയ്യുകയാണെങ്കിലും, ഞാൻ അങ്ങനെയുള്ള ഒരാളൊന്നുമല്ല. ഒറ്റയ്ക്ക് യാത്ര ചെയ്യാന്നൊക്കെ പറയാൻ എന്നെ സംബന്ധിച്ച് വളരെ ബുദ്ധിമുട്ടാണ്. പക്ഷെ ഞാൻ ചിന്തിക്കാറുണ്ട്, ഞാൻ യാത്ര ചെയ്യുന്ന സമയങ്ങളിൽ എന്നെ പരിചയമില്ലാത്ത ആൾക്കാരുടെ കൂടെ, പരിചയമില്ലാത്ത ഭാഷ സംസാരിക്കുന്ന സംസ്കാരമുള്ളവർ അങ്ങനെയുള്ളവരുടെ കൂടെയൊക്കെ യാത്ര ചെയ്യുമ്പോഴും ഞാൻ ശ്രദ്ധിക്കാറുണ്ട്. അപ്പോൾ എല്ലാവരും എന്നെ കാണുമ്പോൾ വിചാരിക്കും ഞാൻ ഭയങ്കര ധൈര്യമുള്ള ആളാണ്. പക്ഷെ എനിക്കറിയാം എൻ്റെ ഉള്ളിൽ ഞാൻ ഭയങ്കര പേടിയുള്ള ആളാണ്. പക്ഷെ ആ ഒരു ശക്തി എൻ്റെ മുഖത്ത് ആരും കാണാറില്ല. അപ്പോൾ എല്ലാവരും പറയും ഇത്ര ബോൾഡായിട്ടാണ് സംസാരിക്കുന്നത്, പക്ഷെ എൻ്റെ ഉള്ളിൽ എന്ന് പറയാൻ നല്ല പേടിയുണ്ട്. പക്ഷെ അതാരും അറിയില്ല. അപ്പോൾ ഈ ദൈവത്തിൻ്റെ, എനിക്ക് പലപ്പോഴും മനസ്സിലാക്കാറുണ്ട്, ദൈവത്തിൻ്റെ ഒരു ശക്തിയാണത് എനിക്ക് ആ ഒരു മറ്റുള്ളവരിലേക്ക് റിഫ്ലക്റ്റ് ചെയ്യാനായിട്ട് പറ്റുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ ഓരോരുത്തരും നമ്മുടെ ദൈവത്തിൻ്റെ ശക്തി മനസ്സിലാക്കണം. മാർക്കോസിൻ്റെ സുവിശേഷം 12-ാം അധ്യായത്തിൽ 36-ാം വചനം പറയുന്നുണ്ട്, ദൈവത്തിൻ്റെ ശക്തിയോ വിശുദ്ധ ലിഖിതമോ നിങ്ങൾക്ക് അറിയാത്തത് കൊണ്ടാണ് തെറ്റുപറ്റുന്നത്. അപ്പോൾ ദൈവത്തിൻ്റെ ശക്തി നമ്മൾ അറിഞ്ഞാൽ മാത്രമാണ് നമ്മുടെ കൂടെയുള്ള ദൈവം ശക്തനാണ്. ആ ദൈവം നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ നമ്മൾ പിന്നെ ഒന്നിനെയും പേടിക്കേണ്ട. അതുകൊണ്ടാണ് ദാവീദൊക്കെ പറഞ്ഞത്, മരണത്തിൻ്റെ നിഴൽ വീണ താഴ്വരയിലൂടെയാണ് ഞാൻ നടക്കുന്നതെങ്കിലും അവിടെ നിന്ന് കൂടെ ഉള്ളതിനാൽ ഞാൻ ഭയപ്പെടുകയില്ല. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ അങ്ങനത്തെ സാഹചര്യങ്ങളൊക്കെ വരാം. ഞാൻ ആലോചിക്കുകയാണ്, ഞാൻ ഈ ഒരു വിശ്വാസവുമായി ബന്ധപ്പെട്ട് വന്നപ്പോൾ ഒത്തിരിയേറെ അങ്ങനത്തെ സാഹചര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. വീട്ടിലാണെങ്കിലും കുടുംബത്തിലാണെങ്കിലും ഞങ്ങളുടെ സമൂഹത്തിലാണെങ്കിലും ഒക്കെ. അപ്പോൾ അവരൊക്കെ ഇങ്ങനെ പറയാറുണ്ട്, ഇങ്ങനെയൊക്കെ പോയി എന്തായിരിക്കും നിൻ്റെ ജീവിതം. പക്ഷെ ഇന്ന് ഞാൻ ആലോചിക്കുകയാണ്, ഇന്ന് എന്നെ അങ്ങനെ വീക്ഷിച്ചിരുന്ന എൻ്റെ കൂട്ടുകാർ, എൻ്റെ ഒപ്പം പഠിച്ചിരുന്നവർ, അങ്ങനത്തെ ഒരു 5 വർഷം എനിക്ക് മുമ്പ് എൻ്റെ ബാക്കിലുണ്ടായിരുന്ന എൻ്റെ കുറേ റിലേറ്റീവ്സും അവരൊക്കെ ഇന്ന് കാണുമ്പോൾ എന്നോട് പറയാറുണ്ട്, നിനക്ക് കിട്ടിയ ഈ ഒരു ശക്തി അല്ലെങ്കിൽ നിനക്ക് കിട്ടിയ ഇന്ന് നീ ആയിരിക്കുന്ന ഈ ഒരു അവസ്ഥ തീർച്ചയായിട്ടും അത് ഈ ഒരു പ്രാർത്ഥനയുടെ ബലമാണെന്ന്, ഈവൻ പ്രാർത്ഥന ഇല്ലാത്തവർക്ക് പോലും പറയാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം ദൈവത്തിൻ്റെ ശക്തി തന്നെയാണ്. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവായ ഈശോയെ, അവിടുന്ന് രൂപപ്പെടുത്തിയ അവിടുത്തെ കുടുംബങ്ങളെ ഓർത്തങ്ങയെ സ്തുതിക്കുന്നു. അവിടുന്ന് ആഗ്രഹിക്കുന്ന വിധത്തിൽ ഞങ്ങളുടെ ഓരോ കുടുംബങ്ങളും മുമ്പോട്ട് പോകാൻ തക്കവിധം അവിടുത്തെ നാമത്തിൻ്റെ ശക്തിയിൽ ആശ്രയിക്കാൻ ഇടവരുത്തണമേ. അന്ധവിശ്വാസങ്ങളിലൂടെ ഇന്ന് കടന്നു പോകുന്ന ഞങ്ങളുടെ കുടുംബങ്ങളെ ഓർത്ത് ഞങ്ങൾ പശ്ചാത്തപിക്കുന്നു. കർത്താവെ, അവിടുത്തെ ശക്തിയിൽ ആശ്രയിച്ചുകൊണ്ട് എന്നും ഞങ്ങളുടെ കുടുംബങ്ങൾ ജീവിക്കാൻ തക്കവിധം അവിടുത്തെ കൃപയും അനുഗ്രഹവും നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ കുടുംബ സാഹചര്യങ്ങളെ തിരുഹൃദയമേ അവിടുത്തെ സന്നിധിയിൽ സമർപ്പിക്കുന്നു. തിരുഹൃദയമേ തിരുഹൃദയമേ ഞങ്ങളുടെ വീടിനെ കാക്കണേ. തിരുഹൃദയത്തിൽ തവ ഹൃദയത്തിൽ ഒരു പുണ്യസൂനമായി ചേർക്കണേ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.